ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം. വകുല്ലു നഫ്ലിൻ മുഅക്കത്തിൻ, സമയം നിശ്ചയിക്കപ്പെട്ട ഏത് സുന്നത്ത് നിസ്കാരവും, ഏതുപോലെയൊക്കെ ഈദി, രണ്ട് പെരുന്നാളുണ്ടല്ലോ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും, ഇത് വൽ ലുഹാ നിസ്കാരം പോലെ, വൽ വിത്തിരി വിത്തിർ പോലെ, റവാത്തിബിൽ ഫറായില്, റവാത്തിബ് നിസ്കാരം ഉണ്ടല്ലോ ഫറദിൻ്റെ അപ്പുറപ്പുറമുള്ള ഇവകൾ, അങ്ങനെ സമയം നിശ്ചയിപ്പോൾ തറാവീഹ്, അതുപോലെ സമയം നിശ്ചയിക്കപ്പെട്ട ഏത് സുന്നത്തുകളും ഇതാ ഫാത്ത, ഇത് നഷ്ടപ്പെട്ടു പോയാൽ നുദിബ കലാവു, അതിനെ കലാവ് വീട്ടിലെ സുന്നത്താണ്. അപ്പോൾ തന്നെ എന്നും വീട്ടിൽ സമയമില്ല. അപ്പോൾ പെരുന്നാൾ നിസ്കാരം ഇപ്പോൾ ലുഹുർ വരെ ടൈമുണ്ടല്ലോ, രാവിലെ തുടങ്ങിയിട്ട് അത് സമയം കഴിഞ്ഞു, എന്നാൽ പിന്നെ നമ്മൾ ലുഹറിൻ്റെ ശേഷം കലാവ് വിട്ടുക. ലുഹയും അങ്ങനെ തന്നെയാണല്ലോ, ലുഹുർ വരെ ടൈമുണ്ട്, നഷ്ടപ്പെട്ടാൽ കലാവ് വീട്ടുക ലുഹറിൻ്റെ ശേഷം, എപ്പോഴും കലാവ് വീട്ടുക. വിത്തർ നമുക്കറിയാലോ, രാത്രിയുള്ള ടൈം, ഇശാസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്ത് കഴിഞ്ഞ് പിന്നെ സുബൈര ടൈമുണ്ടല്ലോ, ഒരാൾക്ക് വിത്തർ നഷ്ടപ്പെട്ടു, എന്നാൽ കലാവ് കിട്ടുക, എപ്പോഴും കലാവ് കിട്ടുക, ഒരു കൊല്ലം കഴിഞ്ഞിട്ടും കലാവ് കിട്ടുക. അപ്പം അങ്ങനെയാണ്. എന്നാൽ പ്രത്യേക സമയം നിശ്ചയിക്കപ്പെട്ടതല്ല, പ്രത്യേക ചില സാഹചര്യങ്ങൾ നിസ്കരിക്കുന്നതാണ്. ദവൈൻ ഫാലലി ആലലി, ഒരു പുതിയൊരു സംഭവത്തിന് വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിലോ, കൽ കുസൂഫി, രണ്ടു ഗ്രഹണമുണ്ട്, ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും, വത്തഹയ്യത്തി വൽ ഇസ്തിഖാറത്തി, ഖൈറിന് തേടുള്ള നിസ്കാരം, ഖൈറിന് തേടിക്കൊണ്ടുള്ള നിസ്കാരം ഉണ്ടല്ലോ, നമ്മളെ സംരംഭത്തിന് ഒരുങ്ങാണ്, അപ്പോൾ ഖൈറുണ്ടല്ലോ തിരിയാൻ വേണ്ടി ഉണ്ടാക്കാൻ നിസ്കാരം, ഇതുപോലത്തെ നിസ്കാരം ലമ്യക്കൊള്ള, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, അതിനെ കലാ വീട്ടിൽ സുന്നത്തില്ല. മനസ്സിലായില്ലേ? പിന്നെ ചില കറാഹത്തുകൾ, വൈദാ ദഖൽ ഇമാമു ഫിൽ മക്തൂബത്തി, ഫർലാക്കപ്പെട്ട നിസ്കാരത്തിലേക്ക് ഇമാമു കയറി പ്രവേശിച്ചു, ഔ ശറഅൽ മുഅദ്ദിനു ഫിൽ ഇഖാമത്തി, അൽ മുക്രി മുഅദ്ദിന് ഇഖാമത്ത് തുടങ്ങി, എന്നാൽ പിന്നെ ഈ രണ്ടവസരത്തിലും കുരിഹ ഇഫ്തിതാഹു കുല്ലി നഫ്ലിൻ, ഏത് സുന്നത്തും തുടങ്ങൽ കറാഹത്താണ്. അങ്ങനെ ചില ആളുകളുണ്ട്, ഇമാമ് തക്ബീർ ചൊല്ലിയാലും ആദ്യം പെട്ടെന്ന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കും, അത് വിവരം കമ്മിയാണ്. അല്ലെങ്കിലോ ഇക്കാമത്ത് കൊടുത്തിട്ടുണ്ടാവും, ഇക്കാമത്ത് കൊടുക്കാനായിട്ടുണ്ടാവും, ആ സമയത്ത് വന്നിട്ട് റവാത്തിബ് അത് നിസ്കരിക്കുന്നത് കറാഹത്ത. ഏതുപോലെ തഹയ്യത്ത് റവാത്തിബ് അല്ലാത്തൊന്നും ചെയ്യരുത്. ഓരോന്നിനും കുല്ലിന് വക്കുത്തിന്, ഓരോന്നിനും ഓരോ സമയമുണ്ട്, ആ സമയത്താണ് ചെയ്യേണ്ടത്. എന്നാൽ സുന്നത്ത് നിസ്കാരം എപ്പോഴും വീട്ടിൽ നിന്ന് അഫ്ളൽ. വീടെന്താവരുത്, ഇബാദത്തിനത്തോട് ഖാലിയായ ഒഴിവായ ഒരു കേന്ദ്രമായി മാറരുത്. ഖുർആനോത്ത് വേണം, ദിക്ർ തസ്ബീഹുകൾ വേണം, സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ നിന്ന്. ഇപ്പോൾ ലുഹ പോലെ ചില നിസ്കാരം അതൊക്കെ ആണുങ്ങൾക്കാണ് പള്ളിയിൽ നിന്ന് അഫ്ളൽ. കണ്ടില്ല, വൻ നഫ്ലു, സുന്നത്ത് നിസ്കാരം ഫി ബൈത്തി, എൻ്റെ വീട്ടിൽ വെച്ചാണ് അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായത്, പിന്നെ മസ്ജിദ്, പള്ളിയേക്കാൾ. എന്നാൽ ചില ആൾക്കുള്ള പേര് നാളെ വെള്ളിയാഴ്ചയാണല്ലോ എന്ന് കരുതി പ്രത്യേക ചില നിസ്കാരങ്ങൾ, അത് ബിദ്അത്താണ്. അങ്ങനെയൊന്നുമില്ല, സാധാ നിസ്കരിച്ച് പോരുന്ന നിസ്കാരം കുഴപ്പമില്ല, വെള്ളിയാഴ്ച ആണല്ലോ എന്ന് കരുതിയിട്ട് ആ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകമാകുന്ന നിസ്കാരം, അത് കറാത്ത. വൈക്റഹു, കറാത്താക്കപ്പെടും തഖ്സീസു ലൈലത്തിൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകമാക്കൽ കറാത്താണ്, ബിസ്വലാത്തിൻ, നിസ്കാരം കൊണ്ട്. പിന്നെ വസ്വലാത്തു റവായിബി ഫി റജബിൻ, റജബ് മാസത്തിലൊരു പ്രത്യേക നിസ്കാരം. വസ്വലാത്തു നിസ്ഫി ഷഅബാന, ഷഅബാൻ മാസത്തിൻ്റെ പകുതിയിൽ നമ്മൾ ബറാത്ത് രാവിലെ ഒരു പ്രത്യേക നിസ്കാരം. ഇതൊക്കെ ബിദ്അത്താനി മക്രൂഹത്താനി, പുത്തൻ ആചാരങ്ങളാണ്, കറാഹത്തുകളാണ്. ബിദ്അത്ത് പല ഇട്ടുണ്ടാവും, സുന്നത്തായ ബിദ്അത്തുണ്ടാവും, വാജിബായ ബിദ്അത്തുണ്ടാവും, ഹറാമായ ബിദ്അത്തുണ്ടാവും, കറാഹത്തായ ബിദ്അത്തുണ്ടാവും.
മുബാഹായ വിദേഹത്തുണ്ടാവും. അങ്ങനെയൊക്കെ വിദേഹത്ത് ഒരു വിദേഹത്ത് കേൾക്കുമ്പോഴൊക്കെ എന്തായത് അത് ഹറാമ മനസ്സിലാക്കരുത്. ചിലപ്പോൾ നിർബന്ധമായിക്കാരം. ഇപ്പം നമ്മൾ മൗലീദൊക്കെ റബീഉൽ അവ്വൽ മൗലീദ് റസൂലുള്ളാഹി നബിയിൽ ഇത് ആക്കുന്ന വിദേഹത്താണ്. പക്ഷേ സുന്നത്തായ പുണ്യകരമായ പുണ്യകർമ്മമായ വിദേഹത്താണ്. ഇതൊക്കെ നമ്മളെ കിതാബിലുണ്ട്. നമ്മളെ ഇമാമിങ്ങൾ പറഞ്ഞ് മാത്രം പറഞ്ഞാൽ മതി. കണ്ടം ചാടാൻ നിൽക്കണ്ട.